ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എൻ്റെ ഗാർഡനിലോട്ട് വാങ്ങിച്ച പുതിയൊരു പ്ലാന്റിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന പ്ലാന്റാണ് കേട്ടോ. അങ്ങനെ നഴ്സറിയിൽ അത് അവൈലബിൾ ആയപ്പോൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പേരാണ് കേട്ടോ. പേര് ഡെൻഡ്രോലോബിയം അംബലാറ്റം എന്നാണ് കേട്ടോ. അംബ്രല അല്ല കേട്ടോ, അംബലാറ്റം എന്ന് കേട്ടോ. അപ്പോൾ നമ്മളത് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഹോഴ്സ് ബുഷ് എന്നും പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നഴ്സറിയിൽ അവർക്കും അറിഞ്ഞുകൂടിയായിരുന്നു കറക്റ്റ് പേര് കേട്ടോ. അങ്ങനെ അത് പിൻട്രസ്റ്റിലും നെറ്റിലൊക്കെ നമ്മൾ ഗൂഗിൾ ലെൻസ് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇങ്ങനൊരു പേരാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ചെറിയ ഷെയ്ഡിങ് ഒക്കെ തരുന്നത് നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഗാർഡനിൽ ചെറിയൊരു ഷെയ്ഡിങ് ട്രീ ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യില്ലേ, അധികം ഹൈറ്റിലൊന്നും പോകാണ്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാൻ തന്നെയാണ് കേട്ടത്. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മളത് നട്ടുകൊടുക്കുകയും ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈവനിങ് ആകുമ്പോൾ ഈ ഇലകളൊക്കെ ഒന്ന് ചുരുണ്ട് കൊടുണ്ടാകും. അതായത് ഉറങ്ങിയെന്ന് ആ പ്ലാന്റ് ഉറങ്ങണത് ശരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില പ്ലാന്റ്സ് അങ്ങനെയാണല്ലോ, അത് ഉറങ്ങണത് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു തരുമല്ലോ. ഈവനിങ് ആകുമ്പോൾ തന്നെ ഇലകളൊക്കെ ഒന്ന് ചുരുണ്ട് അങ്ങനെ ഇരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇത് നല്ല വെയിലത്ത് നിൽക്കണമെങ്കിൽ ഇതുപോലെ നല്ല ഭംഗി നിൽക്കും കേട്ടോ. ഇപ്പം ഇത് കണ്ടിൻ്റെ ഇലകളൊക്കെ നല്ല മഞ്ഞപ്പായിട്ട് നിൽക്കുന്നത് അത്രയും നല്ല ഭംഗി തന്നെ നമുക്ക് നിർത്താൻ പറ്റും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൽ ഇച്ചിരി വലുതായിക്കാകുമ്പോൾ ചെറിയൊരു ട്രീ സ്ട്രക്ചറിൽ വരികയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഹൈറ്റ് വെക്കാതെ തന്നെ നമുക്ക് നിർത്താൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടത്. അധികം കെയറിങ് ഒന്നും വേണ്ടെന്ന എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അറിഞ്ഞെടുത്തോളം. അപ്പം നമ്മളത് നട്ടുകൊടുക്കാൻ പോകണുള്ളൂ, അറിയില്ല ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെയെന്ന്. എന്നാലും മിക്കയിടത്തും കാണുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് പിടിച്ചെടുക്കാം എന്നുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നയുടെ ഇലയൊക്കെ പോലെ ഇരിക്കുന്നത്, എന്നാൽ അതിനേക്കാളും വലുപ്പമുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.